നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ എലിഫന്റ് ക്യാമ്പിലാണ്. നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക്. നിലവിലെ ഒരാൾക്ക് 60 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. ഇതുകൂടാതെ ഇവിടെ കതിർമുടി അതുപോലെ കിഴക്കുമലപ്പാറ എന്നീ 2 ട്രക്കിംഗ് ഓപ്ഷൻസ് കൂടെ അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് DM ചെയ്യുക. ഇവിടെ സന്ദർശിക്കുന്നവരെ രാവിലെ ഒരു 9 മണിക്കൊക്കെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആനയെ ഫീഡ് ചെയ്യുന്നതും കുളിപ്പിക്കുന്നതൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് സൗകര്യമുണ്ട്. കോട്ടൂർ എലിഫന്റ് ക്യാമ്പിൽ നിലവിൽ 13 ആനകളെയാണ് പരിചരിച്ചു പോരുന്നത്. നിലവിലെ രേഖകൾ പ്രകാരം ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം ചെന്നിട്ടുള്ള ആന നമ്മുടെ കോട്ടൂർ എലിഫന്റ് ക്യാമ്പിലെ സോമൻ എന്ന ആനയാണ്. ഏകദേശം 83 വയസ്സോളം ഈ ആനയ്ക്ക് പ്രായമുണ്ട്. ഇനി വരും വർഷങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലെ ടൂറിസം മാപ്പിൽ കോട്ടൂർ എലിഫന്റ് ക്യാമ്പിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണിത്. പക്ഷേ ആലങ്കാരികമായി നമ്മൾ പറയാറുണ്ട് ആന നൃത്തം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണെന്ന്. എങ്കിൽ യാഥാർത്ഥ്യം ഇതല്ല. ആനകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും കാടിന്റെ ചുറ്റുപാടിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നതിനെ തുടർന്നുണ്ടാവുന്ന മാനസിക അസ്വസ്ഥതകളാണ് ഇങ്ങനെ അത് പ്രകടിപ്പിക്കുന്നത്. ബാംബു റാഫ്റ്റിംഗും പെഡൽ ബോട്ടിംഗും കുട്ടവഞ്ചി സഫാരിയൊക്കെ നമ്മുടെ കോട്ടൂർ എലിഫന്റ് ക്യാമ്പിൽ അവൈലബിൾ ആണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും കോട്ടൂർ എലിഫന്റ് ക്യാമ്പിലേക്ക് KSRTC സൗകര്യം ഉണ്ടെങ്കിലും കാട്ടാക്കട വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഇടവേളകളിൽ ബസ് സൗകര്യം ലഭ്യമാണ്. അപ്പോൾ യാത്രകൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അക്കൗണ്ട് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.